പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 200-ലേറെ സിനിമകളിലായി 700ഓളം പാട്ടുകൾ രചിച്ചു. ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ, ഇളം മഞ്ഞിൻ കുളിരുമായി, കാളിദാസന്റെ കാവ്യഭാവനെ തുടങ്ങി നിരവധി ഗാനങ്ങൾ ശ്രദ്ധേയമാണ്. RRR, ബാഹുബലി, യാത്ര, ധീര, ഈച്ച എന്നീ ചലച്ചിത്രങ്ങളുടെ മൊഴിമാറ്റ തിരക്കഥകളും അദ്ദേഹത്തിൻ്റെതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ചേരുന്നുണ്ട്. ഷീന, മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു അതുല്യ പ്രതിഭ വിടവാങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? സംസ്കാരം എപ്പോഴാണ്? വിവരങ്ങൾ. സംഗീത, ഇന്ന് വൈകുന്നേരം 4:55 കൂടിയായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ അന്ത്യം നടന്നത്. വീട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ 8 ദിവസമായി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ ചികിത്സയിലിരിക്കെ തന്നെ ന്യൂമോണിയ ബാധിച്ചിരുന്നു. ആ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി ഹൃദയാഘാതം ഉണ്ടാവുകയും അതിനെ തുടർന്നായിരുന്നു മരണം സംഭവിക്കുകയും ചെയ്തത്. 200-ലേറെ സിനിമകളിലായി 700ഓളം ഗാനങ്ങളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സംസ്കാരത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. വൈകിട്ട് 9 മണിയോടുകൂടി തന്നെ ഭാര്യ എത്തുമെന്ന് ആദ്യം അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. അതിനെ തുടർന്ന് നാളെയായിരിക്കും സംസ്കാരം സംബന്ധിച്ചും പൊതുദർശനത്തെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുക. മലയാളത്തിൽ തന്നെ 10ഓളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. 1971-ലെ വിമോചന സമരമാണ് ആ സിനിമയിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ബാഹുബലി, ധീര, ഈച്ച അങ്ങനെ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തായിരിക്കും ഇദ്ദേഹത്തെ മലയാള സിനിമാ ലോകത്തിന് കൂടുതലും പരിചയമുണ്ടാവുക. പറഞ്ഞതുപോലെ തന്നെ പ്രേം നസീറിന്റെ കാലം മുതൽ ഈ കാലഘട്ടത്തെ പുതുതലമുറയ്ക്ക് വരെ അറിയുന്നത് ഈ പറയുന്ന ബാഹുബലി 1, 2 സിനിമകളിലൂടെയൊക്കെ തന്നെയായിരിക്കും ഇദ്ദേഹത്തെ പുതുതലമുറയിൽ അടയാളപ്പെടുത്തുക. അത്തരത്തിലായിരിക്കും കവി, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംഭാഷണ രചയിതാവ് എന്നിങ്ങനെ വിവിധ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഇപ്പോഴും മക്കൾക്ക് ആ ഒരു ഷോക്ക് വിട്ടുപോയിട്ടില്ല. പെട്ടെന്നുള്ള അന്ത്യം എന്നാണ് മക്കൾ ഇപ്പോഴും പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അതായത് സംസ്കാരത്തെ പറ്റിയും പൊതുദർശനത്തെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിലായിരിക്കും അറിയാൻ സാധിക്കുക. സംഗീത. ശരി ഷീന. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഇവിടെ വാങ്ങിയിരിക്കുന്നു. ഷീന മാർട്ടിനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.